മനോഹരമായ, അതിമനോഹരമായ, വളരെ ഡിവൈൻ ആയിട്ടുള്ള പറയില്ലേ, വളരെ ദൈവിക ശക്തിയുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ഒരു ഇതില്ലാത്ത, കറക്ഷൻ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യസന്ധമായി ചെയ്താൽ. അല്ലെങ്കിൽ എല്ലായിടത്തും കള്ളനാണയങ്ങൾ ഉള്ളത് പോലെ തന്നെ നമ്മുടെ ഈ മേഖലയിലും ഒരുപാട് കള്ളനാണയങ്ങൾ അന്നും ഇന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെല്ലാം തന്നെ നമുക്ക് വളരെ നല്ലൊരു ക്ലാരിറ്റി കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഇൻഡസ്ട്രി ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ, അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ, എന്റെ ഇന്നത്തെ ദൗത്യം എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഇൻഡസ്ട്രി എന്നൊരു ക്യാപ്ഷനാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്, അല്ലെ? സ്കോപ്പ് ഓഫ് ഇൻഡസ്ട്രി. ഇവിടെ സ്കോപ്പ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൈവച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഒരു ധാരണ വേണം. നമ്മൾ കൈവച്ചിരിക്കുന്ന ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാത്രമല്ല. നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു വ്യവസായത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും നമ്മൾ ഓക്സിജനെ സംബന്ധിച്ച് ലോകത്തിൽ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 3 വ്യത്യസ്ത വ്യവസായ മേഖലയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇന്ന് ഓരോ ഓക്സിജൻസും അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നമ്മൾ അറിയാതെ കടന്നു വന്ന ഈ ഇൻഡസ്ട്രിയുടെ മഹത്വത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ഒരു ധാരണ ഉണ്ടായാൽ, എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത് എന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് മിറാക്കുലസ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മളിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടനവധി ജനങ്ങളിലേക്കും ഈ സമൂഹത്തിലേക്കും അതുവഴി നമ്മുടെ രാജ്യത്തിനും ലോകത്തിന് തന്നെ നമ്മൾ ഒട്ടനവധി സംഭാവനകൾ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ദൈവനിയോഗത്താൽ വന്നു പെട്ടിരിക്കുന്ന ആളുകളാണ്. ഇതാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഊന്നിയാണ് നമുക്ക് പല പ്രതിബന്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആ പ്രതിബന്ധങ്ങളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്നും ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് എൻ്റെ ജീവിത നിയോഗമാണ്. ഒരുപാട് ആളുകളിലേക്ക് പ്രോസ്പെറിറ്റി എത്തിക്കാൻ എന്നെ ദൈവം കൽപ്പിച്ചിറക്കിയ ഒരു വ്യക്തിയാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഈ വ്യവസായത്തിൽ കഴിഞ്ഞ 22-23 വർഷങ്ങളായിട്ട് നിലകൊള്ളുന്നത്. തീർച്ചയായും എൻ്റെ ആ വിശ്വാസം എന്നെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ ചെന്നെടുക്കുകയാണ്. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ ആ വിശ്വാസം ആർജിച്ചുകൊണ്ട് നമ്മുടെ ഫേസ് വാല്യൂ അതുപോലെ തന്നെ എത്തിക്സ് ആൻഡ് വാല്യൂസ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് സമൂഹത്തില് ഒരു ഉത്തമ എന്താ പറയാ, ആരുടെ മുമ്പിലും നമുക്ക് തല നിവർത്തി സംവിധാനം തന്നെ ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് കേരളത്തിൽ സജ്ജമാണ് എന്ന് പറയുന്നത് തീർച്ചയായും കേരളം ലോകത്തിന് മാതൃകയായിക്കൊണ്ട് വേറിട്ട് നിൽക്കുന്നതിന്റെ ഏറ്റവും ഉദാത്തമായ, അതായത് ഏറ്റവും ഇതായിട്ടുള്ള നമ്മൾ എന്താ പറയാ, ഒരു വികസനത്തിന്റെ ഇതിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം മാതൃകയാവുന്നത് എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ കാണിക്കുകയാണ്. ഇവിടെ സർക്കാർ ഇത് ഒരു സുപ്രഭാതത്തിൽ വന്ന് അങ്ങനെ എടുത്തതല്ല. ഇതിന്റെ പിറകിൽ ഒരുപാട് ത്യാഗോജ്വലമായ ഒരുപാട് പ്രയത്നങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അത് ഇവിടെ സാധിച്ചത്. അങ്ങനെ ഇവിടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സർക്കാരിന് അതിന് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് അതിവിടെ നടപ്പിലാക്കി വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് വലിയ ഒരു എന്താ പറയാ, വലിയൊരു പ്രോഗ്രാം എന്നോ അല്ലെങ്കിൽ വലിയ ഒരു ചേഞ്ച് എന്നോ നമുക്ക് പറയാം ഈ വ്യവസായത്തിൽ നടന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മോണിറ്ററിംഗിനുള്ള വെബ്സൈറ്റ് ഇനോഗ്രേഷനും അതുപോലെ തന്നെ അതിന്റെ മറ്റ് ഇതര സംവിധാനങ്ങളിലേക്കുള്ള നിയമപരമായി വെളിച്ചം വീശുന്ന കാര്യങ്ങളിലേക്കായിരുന്നു ഏതാണ്ട് 20,000-ത്തിലധികം ആളുകളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് ആ പരിപാടി അരങ്ങേറിയത്. അങ്ങനെ ആ പരിപാടി അവിടെ അരങ്ങേറുന്ന സമയത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് പല ആളുകളും ഇന്നും ബോധവാന്മാരല്ല. കാരണം സർക്കാർ തന്നെ ഒരു സമയത്ത് നിരോധിച്ചിരുന്ന ആ ഒരു വ്യവസായത്തെ കൊണ്ടുവന്ന് ഇത് അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യവസായമാണെന്നും ഇവിടെ സർക്കാരിനെയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും വളരെ അനുകൂലമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അനുകൂലമായി സഹായിക്കാൻ സാധ്യതയുള്ള ഒരു വ്യവസായമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ
അത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് ആരും കാണണ്ട. ഇതൊരു സുപ്രഭാതത്തിൽ വന്ന് സർക്കാർ ഇങ്ങോട്ട് ഏറ്റെടുത്തതല്ല. ഇതിന്റെ പിറകിൽ വളരെ ത്യാഗോജ്ജലമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ കഠിനമായ പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സന്ദർഭങ്ങളിൽ ആ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ച നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾ കൊടുത്തേ മതിയാവുള്ളൂ. കാരണം ഇന്ന് കാണുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മാനം കാത്തു നിൽക്കുന്ന ആ ഒരു വിഭാഗം ആളുകള് ഇനി തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രോസ്പെറിറ്റി അത് സ്ഥിരമായ രീതിയിൽ പലപ്പോഴും നമ്മൾ അധ്വാനിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പറയാറില്ലേ, വെള്ളം കോരി അന്തിക്ക് കൊണ്ട് ഉടച്ചു എന്ന് പറയുന്ന ചില ഇതൊക്കെ ഞാനെപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും ഇതിന്റെ അകത്തേക്ക് അറിഞ്ഞോ അറിയാതെ വന്ന് ഒരു തെങ്ങിന്റെ മേലെ ചാടി കയറുന്ന പോലെ ചാടി കയറി മേലെ എത്തി നോക്കുമ്പോൾ തെങ്ങ് തലപോയതാണ് എന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളിലായിട്ട് MLM ഇൻഡസ്ട്രിയിൽ ഉണ്ടായത്. കാരണം ആളുകൾ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ അവരങ്ങനെ ചാടിക്കയറി പിന്നെ ബിസിനസ്സിലേക്കും കാര്യത്തിലേക്കൊക്കെ ഇറങ്ങും. 1-2 മാസം കഴിയുമ്പോഴേക്ക് കമ്പനിയിൽ നിന്ന് വരുമാനം വരാനാകുമ്പോഴേക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ വരാനാകുമ്പോഴേക്ക് അവിടെ കമ്പനി ഉണ്ടായില്ല. അപ്പോഴാണ് നമ്മൾക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മളെ സംബന്ധിച്ച് വളരെ സുതാര്യമായ രീതിയിൽ തന്നെ ഏതൊരു സാധാരണക്കാരനും കൃത്യതയോടുകൂടി എന്താണ് ഈ വ്യവസായം, ഏതാണ് ഇവിടെ അംഗീകരിക്കപ്പെട്ട വ്യവസായം, എങ്ങനെയാണ് എന്തൊക്കെ ഈ വ്യവസായ മേഖലയിൽ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അത് സർക്കാരിന്റെ തന്നെ നിഷ്കർഷയോടുകൂടി അതുപോലെ തന്നെ ഒട്ടനവധി ട്രേഡ് യൂണിയന്റെ എന്താ പറയുക കയ്യൊപ്പോടുകൂടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്കൂട്ടറി സംവിധാനത്തോടു കൂടി ജെന്യൂൻ ആയിട്ടുള്ള കമ്പനികൾക്ക് ഇവിടെ ഒരു ഇടം നൽകുകയാണ്. അങ്ങനെ ഇടം നൽകി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ വ്യവസായത്തിന്റെ അതിന്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് വന്ന ഒരാളാണെങ്കിൽ ഇനി വരുന്ന 2-3 അല്ലെങ്കിൽ 4-5 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ, ഞാൻ പറയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്കൈ ഈസ് ദി ലിമിറ്റ്. നെവർ എവർ സ്കൈ അല്ല നമ്മുടെ ലിമിറ്റ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നത്തെ വരെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ഒരു വ്യവസായ മേഖലയിൽ ആണ്. അതുപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വന്നുപെട്ട് ഇപ്പൊ വ്യവസായത്തെ കുറിച്ച് പറയുന്ന സമയത്ത് കമ്പനിയെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അങ്ങനെയുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വന്നുപെട്ടിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ ആരും തന്നെ മനസ്സിലാക്കാതെ പോകരുത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലകളിൽ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരാളെ നമ്മൾക്ക് കൺവിൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വന്നു, നമ്മൾ അറിഞ്ഞോ അറിയാതെ വന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇട്ട പണം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് മറ്റാരുടെയും മണ്ടയിൽ കെട്ടിവെക്കുന്ന ഒരവസ്ഥ അല്ലെ. അങ്ങനെ മറ്റാരുടെയും മണ്ടയിൽ കെട്ടിവെച്ചു. നമ്മൾ എത്രയാണോ മുടക്കിയത് അതിന്റെ ആ ഒരു ഇതായിട്ട് മറ്റവരെ കൊണ്ട് മുടക്കിച്ചു. അങ്ങനെ മുടക്കിച്ചു വരുമ്പോൾ നമ്മുടെ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി പോകുമ്പോൾ നമ്മൾ ആദ്യം സമീപിക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ ആയിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ആദ്യം പോകുന്നത് അങ്ങനെയുള്ള ആളുകളിലേക്ക്. അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അയ്യോ പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ട് അവർ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യും. അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. എന്താണ്, നമ്മളെ പോലെ നിങ്ങൾ അടുത്ത ആളുകളെയും കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് കൊടുത്തിരുന്നത്. പലപ്പോഴും അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കാത്ത ഒട്ടനവധി ആളുകൾക്ക് അവർ കൊടുത്ത പണം നഷ്ടമായി എന്ന ഒരു കുറ്റബോധം അവരിൽ ഉണ്ടാവുകയും വീണ്ടും നമ്മളെ കാണുന്ന സമയത്ത് ഇവനാള് കുഴപ്പക്കാരനാണ് എന്ന ഒരു ധാരണ അവരുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള ഒരു അപമതിപ്പ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ വളരെ പരമാർത്ഥമാണ്. ആ പരമാർത്ഥത്തെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഇന്ന് ഇവിടെ വന്നു നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും മഹാഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ ഒരു പ്രഷർ ഡിമാൻഡും ഇല്ലാതെ, അതായത് ഒരു പ്രഷർ ഡിമാൻഡും ഇല്ലാതെ ഏതൊരു സാധാരണക്കാരനും അവന് നിത്യോപയോഗത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ കൂടി ഒരു വരുമാനം വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന